ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അഘോരി സന്യാസികളെ കുറിച്ചാണ്. ചുടലപ്പറമ്പിന്റെ കാവൽക്കാരനായിരുന്നു ശിവൻ. അതിനെ ഓർമ്മപ്പെടുത്തിയാണ് അഘോരികൾ ചുടലപ്പറമ്പുകൾക്ക് സമീപം താമസിക്കുന്നത്. പ്രത്യേക വിഭാഗമായിട്ടോ പ്രത്യേക മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ടൊക്കെ നിങ്ങൾക്ക് അഘോരികളെ വിലയിരുത്താം. പക്ഷേ നിങ്ങൾ എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നൊന്നും അവർ ആലോചിക്കാറേയില്ല. അവരുടെ മനസ്സ് മുഴുവൻ ശിവൻ മാത്രമാണ്. അഘോരികളുടെ ജീവിതത്തെക്കുറിച്ച് അടുത്തറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാരണാസിയിലേക്ക് ഒരു യാത്ര പോകാം. ആരാണ് അഘോരികൾ? ശിവന് വേണ്ടി എല്ലാം ത്യജിച്ച സന്യാസിമാരാണ് അഘോരികൾ. അഘോരികൾക്ക് അമാനുഷിക ശക്തിയുണ്ടെന്നും അവർ മന്ത്രവാദികളാണെന്നുമൊക്കെയുള്ള വിശ്വാസങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമാണ്. കഞ്ചാവ് വലിക്കുന്നവരാണ് അഘോരികളെന്നും മനുഷ്യമലം ഭക്ഷണമാക്കുന്ന അഘോരികൾ വെള്ളം കുടിക്കുന്നത് മനുഷ്യരുടെ തലയോട്ടികൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിലാണെന്നും ശ്മശാനത്തിലാണ് അഘോരികൾ ധ്യാനം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അഘോരികളെക്കുറിച്ച് പ്രചരിക്കുന്ന മറ്റു കാര്യങ്ങൾ. ആർക്കും അഘോരിയാകാൻ കഴിയില്ല. ഒരു അഘോരിയാകുക എന്നത് അത്ര പെട്ടെന്ന് ആർക്കും കഴിയാത്തതാണ്. അഘോരി ഗുരുവിൽ നിന്ന് 12 വർഷത്തെ കഠിന പരിശീലനത്തിലൂടെയേ ഒരാൾക്ക് അഘോരിയാകാൻ കഴിയുകയുള്ളൂ. ചിതാഭസ്മം പൂശുന്നവർ. ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുന്ന മൃതദേഹങ്ങളുടെ ചിതാഭസ്മമാണ് അഘോരികൾ ശരീരത്ത് പൂശുന്നത്. അവരുടെ കഴുത്തിലെ രുദ്രാക്ഷമാലയും നീട്ടി വളർത്തിയ മുടിയുമൊക്കെ കണ്ടാൽ ഭയക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പകൽ സമയങ്ങളിൽ അഘോരികളെ കാണാൻ കഴിയില്ല. രാത്രികാലങ്ങളിലാണ് അഘോരികൾ പുറത്തിറങ്ങാറുള്ളത്. വാരണാസിയിലെ ഗംഗയുടെ തീരങ്ങളിലെ ശ്മശാനങ്ങളിൽ അഘോരികളെ കാണാൻ കഴിയും. വാരണാസിയിൽ ഏറ്റവും കൂടുതൽ ശവസംസ്കാരങ്ങൾ നടക്കപ്പെടുന്ന ഗംഗയുടെ തീരത്താണ് മണികർണിക ഘട്ടിൽ അഘോരികളെ കാണാൻ കഴിയും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നടക്കാറുള്ള കുംഭമേളകളിൽ അഘോരികളെ കൂട്ടത്തോടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹരിദ്വാർ, ഉജ്ജയിനി, അലഹാബാദ്, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്ന പ്രധാനമായ സ്ഥലങ്ങൾ. പ്രാചീനകാല ചൈനീസ് സഞ്ചാരിയും പണ്ഡിതനുമായിരുന്ന ഹ്യുവാൻ സാങ്ങിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളിലാണ് അഘോരികളെക്കുറിച്ച് ആദ്യമായി പരാമർശനമുണ്ടായിട്ടുള്ളത്. 1901 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ സന്യാസിമാരുടെ എണ്ണം 5580 ആയിരുന്നു. ഇവരിൽ ബഹുഭൂരിപക്ഷവും ബീഹാറിലും പശ്ചിമ ബംഗാളിലും, ശേഷിച്ചവർ അജ്മീർ, മേർവാഡയിലും ബീഹാറിലുമാണ് താമസിച്ചിരുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്ന ഇവർക്ക് ആബു പർവ്വതം, ഗിർനാർ, ബുദ്ധഗയ, കാശി, ഹിംഗ്ലാജ് എന്നിവിടങ്ങളിൽ സന്യാസി മഠങ്ങളുണ്ടായിരുന്നു. അധികം അറിയപ്പെടാത്തതും നിഗൂഢത നിറഞ്ഞതുമാണ് അഘോര സന്യാസിമാരുടെ ജീവിതം. മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാരാനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കുന്നത്. കുതിരയുടേതൊഴിച്ച് മറ്റെല്ലാ മൃഗങ്ങളുടെയും മാംസം ഇവർ ഭക്ഷിച്ചിരുന്നു. മദ്യം, ബാങ്ക്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും സോമരസവും ഇവരുടെ ഇഷ്ടപാനീയങ്ങളാണ്. ഫ്രണ്ട്സ്, വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.